മാതൃവാത്സ്യത്തിന്റെ സ്നേഹലാളനങ്ങളോടെ 3 തലമുറയ്ക്ക് ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകിയ ഒരു ആശാട്ടി അമ്മയുണ്ട് പത്തനംതിട്ട ഏഴാംകുളത്ത്. അമ്മയെന്നും അമ്മുമ്മയെന്നുമൊക്കെയുള്ള കുഞ്ഞുങ്ങളുടെ വിളികൾക്ക് എപ്പോഴും ചെവിയോർത്തിരിക്കുന്ന ഓമനയമ്മയുടെ വിശേഷങ്ങൾ അറിയാം ഈ മാതൃദിനത്തിൽ. എലിയെ കണ്ടിട്ടുണ്ടോ? എല്ലാരും കണ്ടോ? നിനക്ക് വളർത്തു വന്നേന്നോ വീട്ടിൽ? മൂന്ന് തലമുറകളുടെ മാതൃത്വഭാവമാണ് 70 വയസ്സുള്ള ഈ ഓമന ആശാട്ടി. മക്കളോടുള്ള സ്നേഹവും കരുതലും ആത്മസമർപ്പണവുമെല്ലാം തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് പകർന്നു നൽകുകയാണ് ഈ അമ്മ. 20 വർഷത്തിലേറെയായി ഓമനയമ്മയുടെ ജീവിതം കുഞ്ഞുങ്ങൾക്കൊപ്പമാണ്. സമീപ വീടുകളിലെ കുഞ്ഞുങ്ങളെ അക്ഷരങ്ങൾ പഠിപ്പിച്ചായിരുന്നു തുടക്കം. പിന്നീട് ഇതൊരു ഉപജീവന മാർഗമാക്കി മാറ്റി. ആശാട്ടിയായി ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഓമനയമ്മ തൻ്റെ 3 മക്കളെയും വളർത്തിയത്. എന്നെ 21ാമത്തെ വയസ്സിൽ ഇവിടെ കൊണ്ടുവന്നു. എന്നെ ഭർത്താവ് നഷ്ടപ്പെട്ടാലും എന്നെ കളഞ്ഞിട്ട് പോയതാണ്. അത് മുതൽ ഞാൻ ആദ്യം വലിയ പിള്ളേർക്ക് തുടങ്ങി. പിന്നെ ഞാൻ 20 വർഷം കഴിഞ്ഞു കൊച്ചു പിള്ളേരെ. അപ്പോൾ വലിയ പിള്ളേർക്കല്ല ഇത് അത്യാവശ്യം എന്നെല്ലാവരും പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ പിന്നെ കൊച്ചു പിള്ളേരെ അങ്ങ് അക്ഷരം പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നെ ഹിന്ദി ഇംഗ്ലീഷും മലയാളവും അറിയാവുന്നത് കൊണ്ട് ഈ പഠിപ്പിക്കുന്ന പിള്ളേരെ മൊത്തം ഞാൻ ഹിന്ദി ഇംഗ്ലീഷ് മലയാളം കണക്ക് ഇത് മൊത്തം ഞാൻ പഠിപ്പിക്കും. പിള്ളേരെ പഠിപ്പിക്കേണ്ട രീതി ഞാൻ ഓരോ വർഷവും ഞാൻ ഓരോന്നിൽ നിന്നും വായിച്ചറിയും. ആ രീതിയിലാണ് ഞാനിപ്പോൾ പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഇപ്പം ഞാൻ കുറച്ച് അക്ഷരം പഠിപ്പിച്ചാൽ ആ അക്ഷരം ചേർത്ത് ഞാൻ വാക്കുകൾ എഴുതിക്കാൻ അങ്ങ് നോക്കുക. അപ്പം ഞാൻ നോക്കുമ്പോൾ അത് ഏറ്റവും നല്ലതാണെന്ന് എനിക്ക് തോന്നി. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ഓമനയമ്മയ്ക്ക് ശിഷ്യഗണങ്ങളുണ്ട്. അവരെ പറ്റിയൊക്കെ പറയുമ്പോഴും ഓമനയമ്മയ്ക്ക് അഭിമാനം. അവരൊക്കെ ഓമനയമ്മയെ തിരക്കി എത്താറുമുണ്ട്. കുറേ പേര് ഇന്നലെ ഒരാൾ അങ്ങോട്ട് പോയി എന്നെ കണ്ടോട്ട് നിർത്തി. ഏതാന്ന് ചോദിച്ചു. പറഞ്ഞാൽ അറിയാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പഠിച്ച കണ്ണനും തമ്പിയും 2 പേര്. ഓ നീ ആയിരുന്നോടാ, നീ എന്നെ ഞാൻ അറിയത്തില്ല, നിങ്ങൾ എന്നെ വിളിച്ചല്ലോ, അത് മതി പൊയ്ക്കോ എന്ന് പറഞ്ഞു. വായനയാണ് ഓമനയമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട സന്തോഷം. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പുസ്തകങ്ങൾ വായിച്ചു തീർത്തു. എൻ്റെ വായനാശീലം എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയില്ലേലും വായിക്കും. അതാണ് ഇന്ന് എൻ്റെ ഇപ്പം സാറൊന്ന് ചോദിച്ചു ഞാനിപ്പോൾ വായിച്ചു നിർത്തിയ നോവൽ ഏതാന്ന്. ഞാൻ ബെന്യാമിൻ്റെ ആടുജീവിതം വായിച്ചത്. അത് കഴിഞ്ഞുള്ള ഒരെണ്ണം എൻ്റെ ഈ കിട്ടിയത് കാക്കനാടൻ്റെ പറങ്ങിമലയാണ്. അതിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഒരു കവറിലേ ഉണ്ട് വായിച്ചു തീർച്ചയാണ്ട് അപ്പുറത്തെ കൊച്ചിന് വായിക്കാൻ കൊണ്ട് കൊടുത്തേക്കുക. പിള്ളേരെ നോക്കിച്ച് വീട്ടിൽ ചെന്നാൽ എനിക്ക് വീട്ടിൽ പിന്നെ ഇച്ചിരിയൊക്കെ ജോലിയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അത്താഴം ഉണ്ടെന്ന് വെച്ച് കയറിയിരുന്ന് പിന്നത്തെ ജോലി വായനയാണ്. വായിച്ച് നല്ല പുസ്തകമാണ് ഉറങ്ങില്ലേലും വേണ്ടില്ല നീ അങ്ങ് വായിച്ച് എത്രയും പെട്ടെന്ന് തീർക്കാൻ നോക്കും. കുഞ്ഞുങ്ങളെ ഓമനമ്മയുടെ അടുക്കലേക്ക് വിടാൻ മാതാപിതാക്കൾക്കും സന്തോഷം. കാരണം അക്ഷരമാലയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു നൽകുന്നതിനോടൊപ്പം ഓമനയമ്മയിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന സുരക്ഷിതത്വവും സ്നേഹവും കരുതലും എത്ര ആർഭാടപരമായ ഡേ കെയറുകളിലും കിട്ടിക്കൊള്ളണമെന്നില്ല. ഓമനയമ്മയോളം വിശ്വാസം ഒരു ഡേ കെയറിനും ഈ പ്രദേശത്തെ രക്ഷിതാക്കൾ നൽകുന്നില്ല. കുഞ്ഞുങ്ങളുടെ സ്നേഹം ഏറ്റുവാങ്ങി അതിലേറെ സ്നേഹം തിരികെ നൽകിയുള്ള ആശാട്ടിയായുള്ള ജീവിതത്തിൽ പൂർണ്ണ സന്തോഷവതിയാണ് ഓമനയമ്മ. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട.